ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഒഡീഷ വിഭവമായിട്ട് ഉണ്ടാക്കി വന്നതാണ് കേട്ടോ. ഉണ്ടാക്കുന്ന വീഡിയോ അതായത് ഒരു സ്വീറ്റ്. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട്, നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കും കേട്ടോ. അവൾക്ക് ഇന്ന് ഒരു പൂജയും കാര്യമൊക്കെയാണ്. അപ്പോൾ അവളുടെ ഒരു സ്വീറ്റ് ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അവൾ കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒരു കടായിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്യുക. പിന്നെ കുറച്ചൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചൂടാകാൻ വേണ്ടി വെച്ചു. നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒഡീസയിലൊക്കെ ഡെയിലി നമുക്ക് അവർക്കൊക്കെ ഓരോ ദിവസം ഓരോരോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നതാണ് നമ്മൾ മെയിനായിട്ട് സൂചി എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ റവ എന്ന് പറയില്ലേ, തരി എന്നൊക്കെ പറയുന്നത് അത്. അപ്പോൾ അത് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ട കെട്ടാത്ത വിധത്തിൽ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല നൈസായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിൽ പിടിച്ചിട്ട് ഏകദേശം വറ്റി വരണ്ട് വരും ഏകദേശം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ കുറുകി വരുന്നിട്ടുണ്ടാവും. വെള്ളമൊക്കെ വറ്റി വരണ്ട് കുറുകി വരും ഏകദേശം. അപ്പോൾ കുറച്ച് സമയം നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്നാലും സാരില്ല, നല്ല സ്വീറ്റ്സ് ഇവർ പൂജക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ സ്വീറ്റ്സാണ് അന്നത്തെ ദിവസം ഉണ്ടാക്കാറുള്ളത് പോലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെറൈറ്റി ഒരു വീഡിയോ അതായിക്കോട്ടെ എന്ന്. നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആചാരങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പോൾ ഇത് നൈനൂട്ടി വന്നിട്ടുണ്ട്. മെഹന്തിയൊക്കെ ഇട്ടിട്ട് കയ്യിൽ മെഹന്തി ഇട്ട് നല്ല ഡിസൈൻ അവളായിട്ട് തന്നെ ഇട്ടതാണ് കേട്ടോ, നല്ല ഡിസൈനിൽ. അപ്പോൾ ഇതാണ് അവളുടെ റൂം. അങ്ങനെ കിച്ചണിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കുറേ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുമെന്ന്. ഇനി നമുക്കിതൊന്ന് തണിയാൻ വേണ്ടി വെക്കണം, അതായത് ആറാൻ വേണ്ടി വെക്കാം. ഇതിന് കുറച്ചൊന്ന് തണുത്തിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ ഫില്ലിങ് നിറയ്ക്കണം കേട്ടോ. നിറച്ചിട്ട് നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അങ്ങനെ ഇതിലേക്ക് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് നിറച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഈ കുക്കിംഗ് ഏകദേശം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ അവൾക്കൊരു കോൾ വന്നായിരുന്നു. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അതായത് ഇത് നല്ല റവ ഇതായിട്ട് മാറ്റിക്കൊണ്ട് ഇനി നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നതാണ് നമ്മളിതിന് ഫില്ലിങ് ചെയ്യുന്നത്. ഇത് റൗണ്ട് ഗോളാക്കിയിട്ട് ഇതിനുള്ളിലേക്ക് തേങ്ങയും പഞ്ചസാരയും ചേർത്ത് മിശ്രിതം, അതായത് ആ ഫില്ലിങ് നമ്മളിതിലേക്ക് നിറയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. അത് ഓരോന്നിലായിട്ട് അത് എടുത്ത് നിറച്ച് വെച്ചിട്ട് നമ്മളിത് റൗണ്ടോ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. അങ്ങനെ റൗണ്ടാക്കിയിട്ട് നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ ഏകദേശം എല്ലാ ഇതും റൗണ്ടും ആക്കി കഴിഞ്ഞു. ഓരോരോ റൗണ്ട് ആക്കി കഴിഞ്ഞത് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഇതൊക്കെ ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റൗ കത്തിക്കാൻ പോകുന്നു. ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ഫോർച്യൂണിൻ്റെ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഈ റൗണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സ്വീറ്റ്സ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലാണ് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനും അവളൊക്കെ ഡെയിലി ഇങ്ങനെ ഓരോരോ വീഡിയോസ് അങ്ങനെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് പിന്നെ എന്താ പറയുക, പാനിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അങ്ങനെ എണ്ണ ചൂടായി ഇതിലേക്ക് ഓരോന്നായിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ അപ്പോഴേക്കും നൈനൂട്ടി കൈ കാണിക്കുന്നുണ്ട് കേട്ടോ. നൈനൂട്ടിൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും
കണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഇത് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈനൂട്ടി ഇത് നോക്കി വെയിറ്റ് ചെയ്യാന്ന്. അത്യാവശ്യം തണുത്താലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വീറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നല്ല മധുരമുള്ളതാണ്. ഇതിൽ തേങ്ങയും പഞ്ചസാര പിന്നെന്താ റവ, നമ്മുടെ തരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.